മുറവന്തുരുത്ത് ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷന്റെയും കൂട്ടുകാട് ആത്മ വെൽനസ് ക്ലിനിക്കിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS സനീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. മുറവന്തുരുത്ത് ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷന്റെയും ആത്മ വെൽനസ് ക്ലിനിക് കൂട്ടുകാടിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് പ്രീതി ആന്റണി അധ്യക്ഷത വഹിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS സനീഷ് നിർവഹിച്ചു. നിങ്ങൾ കണ്ടെത്തിയ ഇവിടെ തന്നെയുള്ള രണ്ടുപേർക്ക് അവരെ സഹായിക്കാൻ ശ്രമിച്ച ഇടം അത് വലിയൊരു പ്രവർത്തനം തന്നെയാണ്. നമ്മൾ അതുപോലുള്ള ചലഞ്ചുകൾ പുതിയ കാലത്തിൻ്റെ പുതിയ എല്ലാവരും പിരിവിനടക്കുമ്പോൾ ആ പിരിവായി ചോദിക്കുമ്പോൾ ചിലപ്പോൾ തരാൻ ബുദ്ധിമുട്ടായിരിക്കും. നേരെ മറിച്ചൊരു ബിരിയാണിയാണെന്ന് പറഞ്ഞാൽ ബിരിയാണി വാങ്ങും. ഇന്ന് വീടുകൾക്കകത്ത് മുൻകാലങ്ങളിൽ ബിരിയാണി വാങ്ങുമ്പോൾ മാസങ്ങൾ എടുക്കണം. ഇന്നതല്ല, എല്ലാ ദിവസവും ബിരിയാണിയാണ് നമ്മുടെ വീടുകൾക്കകത്ത്. അപ്പോൾ അതുകൊണ്ട് ബിരിയാണി ചലഞ്ചിലൂടെ നമ്മൾ സമാഹരിച്ച ആ പണം രണ്ടു പേർക്ക് നമ്മളെ സഹായിക്കാൻ കഴിഞ്ഞു എന്നത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ വിവിധ ക്യാമ്പുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ, നേത്ര ചികിത്സാ ക്യാമ്പുകൾ, അതോടൊപ്പം തന്നെ ഇപ്പോൾ ആയുർവേദ ക്യാമ്പിലേക്ക് എത്തുന്നു. ഈ കൂട്ടായ്മ തുടർച്ചയിൽ പോകേണ്ടതുണ്ട്. ഒരു ക്യാമ്പ് നടത്താൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇങ്ങനെ നമ്മുടെ നാട്ടിലുള്ള കുറച്ച് പേർക്ക് എന്നെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഒരു സഹായം അല്ലെങ്കിൽ ഒരു സേവനം ഇങ്ങനെ നൽകണം എന്നുള്ള ഒരു ആഗ്രഹം പണ്ട് മുതൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത് അതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഇപ്പോൾ അൻഷാദേട്ടനാണ് എന്നോട് ഈ കാര്യം ആദ്യമായിട്ട് സംസാരിക്കുന്നത്. അപ്പം അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമായി. ഇന്നിപ്പോൾ നമ്മുടെ ആയുർവേദ ചികിത്സ മലയാളികൾ ഏറ്റവും അധികം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് കർക്കിടക മാസം. തുടർന്ന് ഡോക്ടർ ശ്രദ്ധ കൃഷ്ണ കർക്കിടക മാസത്തിൽ ആയുർവേദ ചികിത്സയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസും പരിശോധനയും നടത്തി. അസോസിയേഷൻ സെക്രട്ടറി ഹസൻ തലക്കാട്ട്, കമ്മിറ്റി അംഗങ്ങളായ KK അപ്പു, MP വിശാലാക്ഷൻ എന്നിവർ സംസാരിച്ചു. ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും സൗജന്യ മരുന്ന് വിതരണവും തുടർന്ന് ചികിത്സ നടത്താനുള്ള സൗകര്യവും ലഭ്യമാക്കി.